നാളെ പോവും. ഒറ്റയ്ക്ക് അവിടെ നിന്നെ വിടില്ലാന്ന് ഞാൻ വർഷയ്ക്ക് വാക്ക് കൊടുത്തതാ. ഞാൻ ഒറ്റയ്ക്ക് പോയ എന്താ കുഴപ്പം? എന്ന് ഞാൻ അങ്ങനെയല്ലേ പോവാറ്. ഇനി പോണ്ട. മകളെ കാണാനെന്ന് പറഞ്ഞ് നീ അവിടെ പോകുന്നതേ അവിടെ ഓരോ പ്രശ്നം ഉണ്ടാക്കാനല്ലേ. ഓരോന്നും പറഞ്ഞ് ആ കുടുംബത്തെ വെറുതെ അവമാനിക്കുക. നമ്മൾ വലിയവരാണ്, അവർ ചെറിയവരാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് അവരെ ഓർമ്മിപ്പിക്കുക. എന്നാലേ നിനക്ക് സമാധാനമാവും. നീ നിന്റെ മനസുഖത്തിന് അവരെ ഓരോന്ന് പറഞ്ഞിട്ട് നീ ഇവിടേക്ക് വരും. നമ്മുടെ മകൾ അവിടെയാ ജീവിക്കുന്ന കാര്യം നീ മറന്നു പോവുക. അവര് നല്ലവരായതുകൊണ്ട് മോൾ അവിടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയുന്നു. വേറെ വല്ല വീട്ടിലുമായിരുന്നെങ്കിലേ നിനക്കുള്ള മറുപടിയെ അവര് അവൾക്ക് തന്നെ കൊടുത്തേനെ. അവൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ലായിരുന്നു അവിടെ. നിന്റെ വായാ പ്രശ്നം. തനിയെ പോയാ അത് ആവശ്യത്തിലധികം നീ തുറക്കും. ഞാനും കൂടെ ഉണ്ടെങ്കിലേ നീ വാ തുറക്കുമ്പോ അത് ഞാനങ്ങ് അടച്ചു പിടിക്കും. അതുകൊണ്ട് മകളെ കാണാൻ നമുക്ക് ഒരുമിച്ച് പോവാം. നീ നാളെ പോണ്ട. സർ, താൻ അരുണിനെ വരാൻ പറ. ശരി സർ. ഇപ്പൊ നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട്. ഇതേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അതെ, SI സാറ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. സർ, താൻ ആ വീഡിയോ കണ്ടായിരുന്നല്ലോ അല്ലേ? കണ്ടു സർ. അതിപ്പോ വൈറലാ. കമ്മീഷണർ ഓഫീസിൽ നിന്നേ തനിക്ക് സസ്പെൻഷൻ ഓർഡർ വന്നിട്ടുണ്ട്. സാർ, ഇനി കുറച്ചു ദിവസം വീട്ടിലിരുന്നു. നമ്മൾ ഹെൽമെറ്റ് ഇടാത്തവരെയും ഫോൺ ചെയ്ത് ഡ്രൈവ് ചെയ്യുന്നവരെയും പിടിച്ച് ഫൈൻ അടിക്കാറില്ലേ? അതേ തെറ്റാ താനിപ്പോ ചെയ്തിരിക്കുന്നത്. അത് സാറേ, ഞാൻ അത് അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ അർജന്റായിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയതാ. ഈ ടെൻഷൻ്റെ ഇടയിൽ ഹെൽമെറ്റ് ഇടാൻ മറന്നുപോയി. പിന്നെ കോൾ വന്നപ്പോൾ എടുക്കേണ്ടി വന്നു. അത്യാവശ്യമായിരുന്നു. നമ്മൾ വണ്ടി പിടിക്കുമ്പോ ജനങ്ങൾ ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറയാറില്ലേ? അപ്പോ നമ്മൾ ശരിയെന്ന് പറഞ്ഞ് തലയാട്ടി നിൽക്കുകയാണോ ചെയ്യുന്നത്? ഫൈൻ അടിക്കാറില്ലേ? പബ്ലിക് തെറ്റ് ചെയ്യുമ്പോൾ ചോദിക്കണമെങ്കിൽ ആദ്യം നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കണം. സോറി സാർ, ഇനി ഞാനത് ആവർത്തിക്കില്ല. ആ ഗുണ്ടയില്ലേ, ആ ഡ്രൈവർ, അവനെ ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത. അരുൺ എങ്ങനെ അവനെ കൊടുക്കാൻ നോക്കി അടക്കായിരുന്നില്ലേ? കൊടുക്കാം, അവൻ അരുണിനെ കുടുക്കി. അരുണേ, ചിലരോട് ഏറ്റുമുട്ടാൻ പോകാതിരിക്കുന്നതാണ് ബുദ്ധി. സാറേ, ഈ സസ്പെൻഷൻ ഒഴിവാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാറേ? ഇക്കാര്യത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും ജാഗ്രത പുലർത്തണം. ചുറ്റും ക്യാമറ കണ്ണുകൾ ഉണ്ടെന്ന കാര്യം മറക്കരുത്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. സാർ, സാർ, അവസരം വരും. എന്റെ കയ്യിൽ കിട്ടുവനെ. അപ്പോ എനിക്ക് തന്നതിന്റെ ഇരട്ടി ഞാൻ കൊടുക്കും. വിടില്ലടാ നിന്നെ ഞാൻ.